ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനസൽ ഓഫ് ഗെയിംസ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ രണ്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ചേർന്നുണ്ടാക്കിയ ഒരു കെയോട്ടിക് ഇന്ത്യൻ കാർഡ് ഗെയിമാണ് ബ്രേക്ക്. ഇതിനകത്ത് സ്റ്റീലിങ്, സ്വാപ്പിങ്, പിന്നെ ഒപ്പോണൻസിന്റെ പ്ലാൻസ് തകർക്കുന്ന റൂൾസിന്റെ ഭാഗം മാത്രമല്ല, അതാണ് ഈ ഗെയിമിന്റെ മെയിൻ ഹൈലൈറ്റ്. ഗോൾ എന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു വിന്നിംഗ് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റീലിംഗ് വഴി മറ്റു പ്ലേയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക. ഈസി ആയിട്ട് തോന്നുമെങ്കിലും അത്ര എളുപ്പമല്ല ഈ ഗെയിം. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു പ്ലേയേഴ്സിന് നിങ്ങളെ കാശ് സ്റ്റീൽ ചെയ്യാം, സ്വാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളെ സ്ട്രാറ്റജി മുഴുവൻ ബ്രേക്ക് ചെയ്യിപ്പിക്കാം. ഇനി ഉടനെ തന്നെ ഈ ഗെയിം ഇങ്ങനെ കളിക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ടൈറ്റിൽ കാർഡ് കളിയിൽ ഉപയോഗിക്കുന്നില്ലാത്തതിനാൽ അത് മാറ്റിവെക്കുക. ഇനി വിജയിക്ക് നൽകുന്ന ബ്രേക്ക് സുപ്രീമസി അല്ലെങ്കിൽ ട്രഷർ കാർഡും, കൂടാതെ കയ്യിൽ ഒരു കാർഡും ബാക്കിയില്ലാതെ പോകുന്ന ആദ്യ പ്ലെയറിന് ലഭിക്കുന്ന മങ്കി കാർഡും ഡെക്കിൽ നിന്ന് വേർതിരിച്ച് വെക്കുക. ബാക്കിയുള്ള കാർഡ്സ് നന്നായിട്ട് ഷഫിൾ ചെയ്ത ശേഷം ഓരോ പ്ലെയറിനും 4 കാർഡ്സ് വീതം നൽകുക. പ്ലെയേഴ്സ് അവരുടെ കാർഡ്സ് മറ്റുള്ളവരെ കാണിക്കാത്ത രീതിയിലാണ് വെക്കേണ്ടത്. ശേഷിക്കുന്ന കാർഡ്സ് ഫേസ് ടേൺ ആയിട്ട് വെച്ച് ഡ്രോ പൈൽ ഉണ്ടാക്കുക. ഈ ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കാർഡ്സ് ഫേസ് അപ്പ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ശരിക്കും കളിക്കുന്ന സമയത്ത് കാർഡ്സ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് വെക്കേണ്ടത്. നിങ്ങളെ ടേൺ ആരംഭിക്കുന്ന സമയത്ത് ഡ്രോ പൈൽ നിന്നൊരു കാർഡ് എടുക്കുക. കാർഡ് എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. എടുത്ത കാർഡ് കയ്യിൽ വെക്കുക. എന്നിട്ട് ഒരു കാർഡ് ക്യാരക്ടർ കാർഡ് അല്ലെങ്കിൽ പവർ കാർഡ് ഡിസ്കാർഡ് ചെയ്യുക. ഇനി പവർ കാർഡാണ് ഡിസ്കാർഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പവർ ഉപയോഗിക്കാം. ഇനി എടുത്ത കാർഡ് കയ്യിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ഡിസ്കാർഡ് ചെയ്യാം. അത് പവർ കാർഡ് ആണെങ്കിൽ അതിന്റെ പവറും ഉപയോഗിക്കാം. ആദ്യമായി ഡിസ്കാർഡ് ചെയ്യുന്ന കാർഡ് ഡിസ്കാർഡ് പൈൽ തുടങ്ങും. അതിനുശേഷം ഡിസ്കാർഡ് ചെയ്യുന്ന എല്ലാ കാർഡ്സും അതിന്റെ മുകളിലാണ് വെക്കേണ്ടത്. അടുത്ത പ്ലെയറിന് തന്റെ ടേണിൽ ഡ്രോ പൈൽ നിന്നോ ഡിസ്കാർഡ് പൈൽ നിന്നോ മുകളിലെ ഏത് കാർഡ് വേണമെങ്കിലും എടുക്കാം. അതിനാൽ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ നല്ലോണം ആലോചിച്ച് വേണം ചെയ്യുക. എടുത്ത കാർഡ് ഒരു പവർ കാർഡ് ആണെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്ത് ഉടൻ തന്നെ അതിന്റെ പവർ ഉപയോഗിക്കാം. ഇവിടെ പ്ലെയർ 1ന് ഒരു 3 സാക്കുള്ള തീഫിന്റെ പവർ കാർഡ് കിട്ടിയപ്പോൾ പ്ലെയർ 4ൽ നിന്ന് 3 കാർഡ്സ് മോഷ്ടിക്കുന്നു. അല്ലെങ്കിൽ എടുത്ത കാർഡ് കയ്യിൽ വെച്ചിട്ട് കയ്യിലുള്ള മറ്റൊരു പവർ കാർഡ് ഉപയോഗിക്കാം. ഇവിടെ പ്ലെയർ 2 എടുത്ത ജഡ്ജ് കാർഡ് കയ്യിൽ വെച്ചിട്ട് പ്ലെയർ 4ന് നേരെ ബ്രേക്ക് പവർ കാർഡ് ഉപയോഗിക്കുന്നു. അതിനാൽ പ്ലെയർ 4 കയ്യിലെ കാർഡ്സ് ഡിസ്കാർഡ് ചെയ്ത് പുതിയ കാർഡ്സ് എടുക്കേണ്ടി വരുന്നു. പ്ലെയേഴ്സിന്റെ ടേൺ അവസാനിക്കുന്ന സമയത്ത് കയ്യിൽ എപ്പോഴും 4 കാർഡ്സേ പാടുള്ളൂ. 4ൽ കൂടുതൽ കാർഡ്സ് ഉണ്ടെങ്കിൽ 4 ആകുന്നവരെ ഡിസ്കാർഡ് ചെയ്യണം. ഇവിടെ പ്ലെയർ 3 പ്ലെയർ 4 നിന്ന് 2 കാർഡ്സ് മോഷ്ടിച്ച് മൊത്തം 6 കാർഡ്സ് ആകുന്നു. അതിനാൽ പ്ലെയർ 3 വീണ്ടും 4 കൊണ്ടുവരാനായിട്ട് 2 കാർഡ്സ് ഡിസ്കാർഡ് ചെയ്യണം. കയ്യിൽ 4 കാർഡ്സ് ആയാൽ ടേൺ അവസാനിക്കും. പവർ കാർഡ്സ് ആണ് ബ്രേക്കിലെ അപ്രതീക്ഷിത ട്വിസ്റ്റും മാറ്റങ്ങളും കൊണ്ടുവരുന്നത്. ഒരു പവർ കാർഡ് ഉപയോഗിക്കാനായിട്ട് ഡ്രോ പൈൽ അല്ലെങ്കിൽ ഡിസ്കാർഡ് പൈൽ നിന്നൊരു കാർഡ് എടുക്കുക. എന്നിട്ട് പവർ കാർഡ് ഡിസ്കാർഡ് ചെയ്ത് അതിന്റെ പവർ ഉടൻ തന്നെ ഉപയോഗിക്കുക. ഇവിടെ പ്ലെയർ 4 ഡിസ്കാർഡ് പൈൽ നിന്നൊരു തീഫ് കാർഡ് എടുത്തിട്ട് പ്ലെയർ 2ൽ നിന്ന് 3 കാർഡ്സ് മോഷ്ടിക്കുന്നു. തീഫ് കാർഡിൽ കാണിക്കുന്ന സാക്കിന്റെ എണ്ണം അനുസരിച്ച് മറ്റൊരു പ്ലെയറിന്റെ കാർഡ്സ് നോക്കാതെ 1, 2 അല്ലെങ്കിൽ 3 കാർഡ്സ് മോഷ്ടിക്കാം. ഇവിടെ കാർഡിൽ 3 സാക്സ് ഉള്ളതിനാൽ പ്ലെയർ 3 പ്ലെയർ 1 നിന്ന് 3 കാർഡ്സ് മോഷ്ടിക്കുന്നു. അതേ റൗണ്ടിൽ തന്നെ ഒരേ പ്ലെയറിന് തീഫ് കാർഡ് ഉപയോഗിച്ച് 1-ലധികം തവണ മോഷ്ടിക്കാനായിട്ട് പാടില്ല. ഉദാഹരണത്തിന് ഈ റൗണ്ടിൽ പ്ലെയർ 4ന് പ്ലെയർ 1നെ വീണ്ടും തീഫ് കാർഡ് ഉപയോഗിച്ച് ലക്ഷ്യമിടാനായിട്ട് കഴിയില്ല. തീഫ് കാർഡ്സ് വഴി കാർഡ്സ് നഷ്ടപ്പെട്ട പ്ലെയറിന് തന്റെ ടേൺ വരുമ്പോൾ 4 കാർഡ്സ് എടുത്ത് കൈ നിറയ്ക്കാനായിട്ട് പാടില്ല. ഇവിടെ പ്ലെയർ 1ന്റെ ടേൺ വരുന്ന സമയത്ത് കയ്യിൽ പതിവ് പോലെ ഒരു കാർഡ് മാത്രമേ എടുക്കാവൂ. തീഫ് കാർഡ് വഴി കയ്യിലെ കാർഡ്സ് എല്ലാം തീർന്നാൽ ആ പ്ലെയറിന് മങ്കി കാർഡ് ലഭിക്കും. ഇവിടെ പ്ലെയർ 2 2 സാക്കുള്ള തീഫ് കാർഡ് ഉപയോഗിച്ച് പ്ലെയർ 1ൽ നിന്ന് ബാക്കിയുണ്ടായിരുന്ന 2 കാർഡ്സ് മോഷ്ടിക്കുന്നു. ഇതോടെ പ്ലെയർ 1 കളിയിൽ നിന്ന് പുറത്താകുകയും മങ്കി കാർഡ് നേടുകയും ചെയ്യുന്നു.
പ്ലെയേഴ്സ് മറ്റൊരു ഗെയിം കളിക്കുന്നുവെങ്കിൽ വേറൊരു പ്ലെയർ ആദ്യം എല്ലാ കാർഡ്സും നഷ്ടപ്പെടുന്നത് വരെ ഈ പ്ലെയർ മങ്കി കാർഡ് കൈവശം വെക്കും. ബ്രേക്ക് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയറിനെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ പ്ലെയർ കയ്യിലുള്ള എല്ലാ കാർഡ്സും ഡിസ്കാർഡ് ചെയ്യണം. ഡിസ്കാർഡ് ചെയ്ത അതേ എണ്ണത്തിൽ ഡ്രോപ്പായിൽ നിന്ന് പുതിയ കാർഡ്സ് എടുക്കണം. അതായത് ഒരു പ്ലെയറിന്റെ കയ്യിൽ 4 കാർഡ്സ് ഉണ്ടെങ്കിൽ 4 ഡിസ്കാർഡ് ചെയ്ത് 4 പുതിയ കാർഡ്സ് എടുക്കണം. 2 ആണെങ്കിൽ 2 ഡിസ്കാർഡ് ചെയ്ത് 2. ശരിയായ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ബ്രേക്ക് കാർഡ് എതിരാളിയുടെ സീക്വൻസ് പൂർണ്ണമായിട്ടും തകർക്കാനായിട്ട് കഴിയും. സ്വാപ്പ് കാർഡ് ഉപയോഗിച്ച് ഒരു പ്ലെയറിന് സ്വന്തം കയ്യിലെ കാർഡ്സ് മറ്റൊരു പ്ലെയറിന്റെ കയ്യിലെ കാർഡ്സുമായിട്ട് കൈമാറ്റം ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും 2 പ്ലെയേഴ്സിന്റെ കയ്യിലെ കാർഡ്സ് പരസ്പരം കൈമാറ്റം ചെയ്യാം. ഇവിടെ പ്ലെയർ 2 പ്ലെയർ 3 ആയിട്ട് കാർഡ്സ് കൈമാറി 4 കാർഡ്സ് ആയിട്ട് മാറ്റി തീഫ് കാർഡ് വഴിയുള്ള പുറത്താക്കൽ ഒഴിവാക്കുന്നു. ഒരു പ്ലെയറിനെ പവർ കാർഡ് അതായത് തീഫ് സ്വാപ്പ് അല്ലെങ്കിൽ ബ്രേക്ക് ഉപയോഗിച്ച് ലക്ഷ്യമിട്ടാൽ ഉടൻ തന്നെ ഒരു പവർ സ്വാപ്പ് കാർഡ് ഉപയോഗിച്ച് ആ പവർ കാർഡ് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ആ പവർ കാർഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അതിന്റെ പവർ ആ പ്ലെയറിലേക്കോ മറ്റൊരു പ്ലെയറിലേക്കോ തിരിച്ച് ഉപയോഗിക്കാം. ഇവിടെ പ്ലെയർ 2 പ്ലെയർ 3-നെതിരെ തീഫ് കാർഡ് ഉപയോഗിക്കുന്നു. പ്ലെയർ 3 പവർ സ്വാപ്പ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് പ്ലെയർ 2-ൽ നിന്ന് കാർഡ്സ് മോഷ്ടിക്കുന്നു. പവർ സ്വാപ്പ് കാർഡ് ഒരു പവർ കാർഡിന്റെ എഫക്റ്റിനെ തടയാൻ മാത്രമേ ഉപയോഗിക്കാനാകൂ. അത് ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് പാടില്ല. ഈ കാർഡ് വെറും ഷീൽഡായിട്ട് ഉപയോഗിച്ചാൽ ഡ്രോപ്പ് ചെയ്യുന്ന കാർഡ് എടുക്കാൻ പാടില്ല. അടുത്ത ടേണിൽ പതിവ് പോലെ ഒരു കാർഡ് എടുക്കാം. ഒരു പ്ലെയർ ഒരു സീക്വൻസ് പൂർത്തിയാക്കിയാൽ അത് ഉടൻ എല്ലാവരെയും അറിയിക്കണം. തുടർന്ന് ഒരു മുഴുവൻ റൗണ്ട് അതേ സീക്വൻസ് നിലനിർത്തണം. ഒരു പ്ലെയറിന്റെ അടുത്ത ടേൺ തുടങ്ങുമ്പോൾ സീക്വൻസ് ബ്രേക്ക് ചെയ്യാതെ നിലനിൽക്കുന്നുവെങ്കിൽ ആ പ്ലെയർ വിജയിക്കുകയും ബ്രേക്ക് സുപ്രീമസി കാർഡ് നേടുകയും ചെയ്യുന്നു. ഒരു പ്ലെയർ സീക്വൻസ് പ്രഖ്യാപിച്ചാൽ അത് പ്രൊട്ടക്റ്റഡ് ആണ്, എളുപ്പത്തിൽ മോഷ്ടിക്കാനാവില്ല. കൂടാതെ ആ പ്ലെയർ ഡിസ്കാർഡ് ചെയ്ത കാർഡ് അടുത്ത പ്ലെയറിനെ എടുത്ത് എതിരെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അടുത്ത പ്ലെയറിന് ബ്രേക്ക് കാർഡ് ഉപയോഗിച്ച് മാത്രമേ സീക്വൻസ് തകർക്കാനാകൂ. തീഫ് അല്ലെങ്കിൽ സ്വാപ്പ് കാർഡ് ഉപയോഗിക്കാനായിട്ട് ആവില്ല. മറ്റു പ്ലെയേഴ്സിനാണെങ്കിൽ ബ്രേക്ക് കാർഡ് ഉപയോഗിക്കാനാവില്ല, എന്നാൽ തീഫ് അല്ലെങ്കിൽ സ്വാപ്പ് കാർഡ് ഉപയോഗിക്കാം. ചുരുക്കത്തിൽ സീക്വൻസ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും അടുത്ത പ്ലെയറിന് മാത്രമേ ബ്രേക്ക് കാർഡ് ഉപയോഗിച്ച് അത് തകർക്കാനാകൂ. എന്നാൽ മറ്റു പ്ലെയേഴ്സിന് തീഫ് അല്ലെങ്കിൽ സ്വാപ്പ് കാർഡ് വഴി മാത്രമേ ചാലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇവിടെ അടുത്ത ടേണിലുള്ള പ്ലെയർ 4 ബ്രേക്ക് കാർഡ് ഉപയോഗിച്ച് പ്ലെയർ 3-ന്റെ സീക്വൻസ് തകർക്കുന്നു. ഈ എക്സാമ്പിളിൽ പ്ലെയർ 4-ന്റെ കയ്യിൽ ബ്രേക്ക് കാർഡ് ഇല്ലെങ്കിൽ പ്ലെയർ 1 അല്ലെങ്കിൽ പ്ലെയർ 2 തീഫ് അല്ലെങ്കിൽ സ്വാപ്പ് കാർഡ് ഉപയോഗിച്ച് തടസ്സപ്പെടുത്താത്ത പക്ഷം പ്ലെയർ 3-ന്റെ കയ്യിൽ സീക്വൻസ് നിലനിൽക്കും. ഇങ്ങനെ പ്ലെയർ 3 അടുത്ത ടേൺ വരെയും സീക്വൻസ് തകരാതെ തുടർന്നാൽ പ്ലെയർ 3 ജയിക്കും. ഇങ്ങനെ സീക്വൻസ് അടുത്ത ടേൺ വരെയും നിലനിൽക്കുകയാണെങ്കിൽ പ്ലെയർ 3 വിജയിക്കുകയും ബ്രേക്ക് സുപ്രീമസി കാർഡ് നേടുകയും ചെയ്യും. സീക്വൻസ് എന്നത് ഒരേ നിറത്തിൽ സെയിം ക്യാരക്ടർ വെച്ചോ അല്ലെങ്കിൽ ഒരേ നിറത്തിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സോ വെച്ചോ ഉണ്ടാക്കാം. ഒപ്പോണൻസ് കുറവായതിനാൽ നിങ്ങളെ സീക്വൻസ് തകരാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ സീക്വൻസ് പൂർത്തിയാക്കി സംരക്ഷിച്ചാൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ പ്ലെയേഴ്സ് ഉള്ള സമയത്ത് ബ്രേക്ക് തീ സ്വാപ്പ് കാർഡ്സ് ഉപയോഗിക്കാനുള്ള അവസരം കൂടുതലാകും. അപ്പോൾ സീക്വൻസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടി മറ്റു പ്ലെയേഴ്സിനെ പുറത്താക്കുന്നതായിരിക്കും നല്ല സ്ട്രാറ്റജി. ശരിയായ സമയത്ത് ഉപയോഗിക്കുന്ന തീ സ്വാപ്പ് ബ്രേക്ക് അല്ലെങ്കിൽ പവർ സ്വാപ്പ് കാർഡ് ഗെയിമിനെ മൊത്തം മാറ്റിമറിക്കാം. വളരെ നേരത്തെ ഉപയോഗിക്കാതെ ശരിയായ സമയത്തേക്ക് മാറ്റിവെക്കുക. സംരക്ഷിക്കാനും തടസ്സപ്പെടുത്താനും പുറത്താക്കാനും പവർ കാർഡ്സ് ഉപയോഗിക്കുക. സീക്വൻസ് ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കാതെ ഒപ്പോണൻസിനെ പുറത്താക്കി വിജയിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. നീക്കങ്ങൾ നല്ലോണം പ്ലാൻ ചെയ്ത് ശരിയായ സമയത്ത് സ്ട്രൈക്ക് ചെയ്യുക. കൂടുതൽ തന്ത്രപരമായിട്ട് കളിക്കുമ്പോഴാണ് ഈ ഗെയിം കൂടുതൽ രസകരമാകുന്നത്. ആദ്യം എപ്പോഴും കാർഡ് എടുക്കുക. തുടർന്ന് അത് കയ്യിൽ വെക്കണോ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. പവർ കാർഡ് ഉപയോഗിക്കുന്നത് നിർബന്ധമല്ല. ഉദാഹരണത്തിന് പ്ലെയർ 2 ഇതിനകം ഒരു സീക്വൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് തകരാതിരിക്കാൻ വേണ്ടി പ്ലെയർ 2 സ്വാപ്പ് കാർഡിന്റെ പവർ ഉപയോഗിക്കാതെ അത് ഡിസ്കാർഡ് ചെയ്യാം. അല്ലെങ്കിൽ പവർ യൂസ് ചെയ്ത് മറ്റു പ്ലെയേഴ്സിന്റെ ഇടയിൽ കാർഡ്സ് സ്വാപ്പ് ചെയ്യിപ്പിക്കാം. തീഫ് കാർഡ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഓരോ ടേണും കൃത്യമായിട്ട് 4 കാർഡുകളോടെ അവസാനിക്കണം. ഇവിടെ പ്ലെയർ 3 പ്ലെയർ 1-ൽ നിന്ന് 3 കാർഡ്സ് മോഷ്ടിക്കുന്നു. പ്ലെയർ 3 കയ്യിൽ 4 കാർഡ്സ് മാത്രം വെച്ച് ബാക്കി ഡിസ്കാർഡ് ചെയ്യുന്നു. തീഫ് കാർഡ് കാരണം പ്ലെയർ 1 ഉടൻ തന്നെ 4 കാർഡ്സ് എടുത്ത് കൈ നിറയ്ക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇങ്ങനെയാണ് ബ്രേക്ക് എന്ന ഗെയിം കളിക്കുന്നത്. ഒരു വിന്നിംഗ് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റീലിംഗ് ഉപയോഗിച്ച് മറ്റു പ്ലെയേഴ്സിനെ പുറത്താക്കിയും ഈ ഗെയിമിൽ ജയിക്കാം.
ഗെയിമിന്റെ റൂൾസ് സിമ്പിൾ ആണെങ്കിൽ തന്നെ മുന്നിൽ തുടരുന്നതാണ് യഥാർത്ഥ ചാലഞ്ച്. സ്റ്റീലിംഗ്, സ്വാപ്പിംഗ്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് എന്നിവ കാരണം ഓരോ ടേണും എപ്പോഴും അൺപ്രിഡിക്റ്റബിൾ ആയിരിക്കും. ഗെയിമിന്റെ അവസാനം വരെ ആരാണ് ജയിക്കുന്നതെന്ന് ഇത് കാരണം പറയാനായിട്ട് സാധിക്കില്ല. കെയോസ്, സ്ട്രാറ്റജി, പ്ലെയർ ഇന്ററാക്ഷൻ എന്നീ എലമെന്റ്സ് നിറഞ്ഞ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള പാർട്ടി ഗെയിംസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ വില വരുന്നത് വെറും 499 റുപ്പീസ് ആണ്. വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മേടിച്ചിട്ട് കളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഗെയിം ഫോക്സ്, ഗുഡ് ബൈ.